ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. പുതിയ IPL സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ഉള്ളത്. ഇത്തവണയും ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാണ് അവരെ നയിക്കുന്നത്. മഹേന്ദ്ര സിംഗ് ധോണി ഇപ്പോഴും ടീമിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ലേലത്തിൽ ഒരു പിടി മികച്ച താരങ്ങളെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് അൻഷുൽ കംബോജ് എന്ന ഇന്ത്യൻ താരത്തെയാണ്. ഗംഭീര പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CSKയുടെ ലൈനപ്പിൽ എന്തായാലും സ്ഥാനം അർഹിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് അൻഷുൽ കംബോജ്. അതിനുള്ള 3 കാരണങ്ങൾ ഒരു പ്രമുഖ ക്രിക്കറ്റ് മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ലേഖനം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം, ഇപ്പോൾ തകർപ്പൻ ഫോമിലാണ് അൻഷുൽ കംബോജ് കളിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രഞ്ജി ട്രോഫിയിൽ കേവലം 6 മത്സരങ്ങൾ മാത്രം കളിച്ച താരം 32 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഒരൊറ്റ മത്സരത്തിൽ 10 വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. താരത്തിന്റെ ഇപ്പോഴത്തെ ഫോം തീർച്ചയായും ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ ഒരു താരത്തെ ടീമിൽ ഉൾപ്പെടുത്താവുന്ന കാരണങ്ങളിൽ ഒന്നാണ്. ഇനി രണ്ടാമത്തെ കാരണം, വിശ്വസിക്കാവുന്ന ഒരു വിക്കറ്റ് ടേക്കർ കൂടിയാണ് കംബോജ്. ഇന്ത്യയുടെ അണ്ടർ-19 ടീമിന് വേണ്ടി കളിച്ച സമയത്തും ഇന്ത്യയുടെ ടീമിന് വേണ്ടി കളിച്ച സമയത്തും ഹരിയാനക്ക് വേണ്ടി കളിച്ച സമയത്തും ഒക്കെ സ്ഥിരമായി വിക്കറ്റുകൾ നേടാൻ സാധിക്കുന്ന ഒരു താരമാണ് അൻഷുൽ. സമ്മർദ്ദ ഘട്ടങ്ങളിലും ഇദ്ദേഹം മികച്ച പ്രകടനം നടത്താറുണ്ട്. പാർട്ണർഷിപ്പുകൾ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു താരമാണ് ഇദ്ദേഹം. തീർച്ചയായും ആ നിലക്ക് CSKക്ക് ഇദ്ദേഹത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി മൂന്നാമത്തെ കാരണം, മികച്ച ഒരു ലോവർ ഓർഡർ ബാറ്ററാണ് ഈ താരം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 21 മത്സരങ്ങളിൽ നിന്ന് 399 റൺസ് നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ദീപക് ചഹറിനെ പോലെ ബാറ്റിങ്ങിൽ ചെറിയ ചില ഇമ്പാക്റ്റുകളൊക്കെ വരുത്താൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് അൻഷുൽ കംബോജ്. ആ ഒരു നിലക്കും ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ ഒരു താരം മുതൽക്കൂട്ടായിരിക്കും. ഇതൊക്കെയാണ് താരത്തെ ലൈനപ്പിൽ ഉൾപ്പെടുത്താനുള്ള 3 കാരണങ്ങളായിക്കൊണ്ട് ഈ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ IPL മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. 3 മത്സരങ്ങളിൽ കളിച്ച താരം 2 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ മികച്ച ഒരു പ്രകടനമാണ് ഇത്തവണ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. CSK ഈ താരത്തിന് അവസരം നൽകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.